വർഷത്തെ ക്രിസ്മസ് കരോൾ എന്തായാലും വളരെയധികം സർപ്രൈസുകൾ നിറഞ്ഞതായിരുന്നു. ഇതെവിടെയാണെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. പാറക്കെട്ടുകളും വെള്ളം താഴോട്ട് മന്ദമായിട്ട് ഒഴുകി ഒഴുകി വരുന്നത് കണ്ടില്ലേ? അതുപോലെ അതിൻ്റെ തീരത്ത് നല്ല ചെടികളും എന്ത് മനോഹരമാണെന്നറിയാമോ? നിങ്ങൾ നോക്കിക്കേ, ഉള്ളിലോട്ടൊന്ന് നോക്കിക്കേ. കുട്ടികളെല്ലാം അതിൻ്റെ തീരത്ത് വന്ന് നിൽക്കുക. ഉള്ളിൽ നോക്കിയേ, എത്ര മീനുകളാണ് വളരെ സന്തോഷത്തോടെ നടക്കുന്നത് കണ്ടോ. എവിടാണ് ഈ സംഭവം എന്നറിയാമോ? നിങ്ങൾ ഓർക്കുമായിരിക്കും, ഞാൻ എവിടെയെങ്കിലും വെളിയിൽ ഒരു സൈറ്റ് സീയിങ്ങിന് പോയിരിക്കുകയാണ്, മനോഹരമായിട്ടൊരു അരുവിയുടെ തീരത്ത് ഇങ്ങനെ ഇരിക്കുവാന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇത് വീടിനകത്തുള്ള ഒരു സംഭവമാണ്. വീടിൻ്റെ അകത്തോട്ട് കയറുന്നിടത്ത് തന്നെ നമ്മൾ സാധാരണ ഫിഷ് ടാങ്കൊക്കെ വെക്കുന്ന അവിടെ ഒരു ഫിഷ് ടാങ്കിനേക്കാളും ഡീപ്പും വീതിയിലും ഒരു കുളമെന്ന് പറയാം. വീടിനകത്ത് ഒരു കുളം. അത് അതിൻ്റെ വെറും കുളമല്ല, ആ കുളത്തിൻ്റെ പരിസരത്തെല്ലാം ചെടികളും അതുപോലെ തന്നെ വാട്ടർ കണ്ടോ, ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി വരുന്നത് കണ്ടോ. പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നു. അതോടൊപ്പം തന്നെ മീനുകളും. ഇത് വാങ്ങിച്ചപ്പോൾ ഈ മീനുകളൊക്കെ വളരെ ചെറുതായിരുന്നു. ഇപ്പോൾ അവന്മാരൊക്കെ നല്ല വണ്ണം വെച്ച് നീളം വെച്ച മീനുകളാണ്. എല്ലാവരും അതുപോലെ തന്നെ ഈ ക്രിസ്മസ് കരോളിന് വന്ന എല്ലാവരുടെയും ശ്രദ്ധ ഇങ്ങോട്ടായി. കുട്ടികളൊക്കെ ആണെങ്കിൽ കരോളിനേക്കാളും കൂടുതലായിട്ട് വന്ന് ഈ മീനുകളെ വന്ന് കാണുന്നതിലായിരുന്നു അവരുടെ സന്തോഷം. അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട് കുട്ടികൾ മൊത്തം സമയവും ഈ കുളത്തിൻ്റെ തീരത്തായിരുന്നു. അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത്. ഇത് നല്ല ഇവിടുത്തെ ആൻറ്റി ആണെങ്കിൽ ജോലിയിൽ നിന്ന് റിട്ടയർ ആയിട്ടിരിക്കുവാണ്. ആൻറ്റിക്ക് മക്കളൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റാണ് ഈ മീനുകൾ. മീനുകൾ മാത്രമല്ല, ആമയും ചെടികളും എല്ലാമുണ്ട്. അതായത് നല്ല നല്ല ഭംഗിയായിട്ടുള്ളൊരു കാഴ്ചയല്ലേ ഇത്? പ്രകൃതി സുന്ദരമായ ഒരു കാഴ്ച. പിന്നെ ഇവർ ഞങ്ങൾക്ക് വേണ്ടി ക്രിസ്മസ് കരോളിനുണ്ടാക്കിയ സ്പെഷ്യൽ എന്താണെന്നറിയാമോ? ഇതാണ് യമനി മന്തി. അതായത് ഞങ്ങളൊരു 100 പേര് കൂടുതലുണ്ടായിരുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അവർ ഹെൽത്തി ആയിട്ട് ഹോം മെയ്ഡ് യമനി മന്തി. നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങളെല്ലാവരും നന്നായിട്ട് കഴിച്ചു. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് ഈ ഹോം മെയ്ഡ് യമനി മന്തി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ യമനി മന്തി എന്ന്? ഈ പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു. നന്നായിട്ട് വയർ നിറച്ചു കഴിച്ചു. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡും ഫിഷ് കുളവും.